പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് സുമതി നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇനി എന്ത് ചെയ്യും എന്നറിയാതെയാണ് ഇതേ തുടർന്ന് മീനുവും അതുപോലെ തന്നെ സൂരജും നിൽക്കുന്നത്. സുമതി ആരോപിക്കുകയാണ് ഇരുവരും പ്രണയത്തിലാണ് എന്ന ഈ കാര്യം മീനുവിൻ്റെ അമ്മ കേൾക്കാൻ ഇടയാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ മകൾ സൂരജിനെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവനെ വരവീശി പിടിക്കുന്നതിന് വേണ്ടിയാണ് അവളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന മീനുവിൻ്റെ അമ്മ, അതൊരിക്കലും ശരിയല്ല, എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നുള്ള കാര്യം എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ആരാണ് ആവശ്യമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചത്? കൃത്യമായ തെളിവുകൾ ഉള്ളതിനെ തുടർന്നാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ മകൾ സൂരജിൻ്റെ കൂടെയല്ലേ യാത്രയ്ക്ക് പോയത്? അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സൂരജിനും വിവാഹം വേണ്ട, അവൾക്കും വിവാഹം വേണ്ട എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്താണ് അതിനു പിന്നിലെ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇരുവരും പ്രണയത്തിലാണ് എന്നത് തന്നെയാണ് ഈ കാര്യം. തൽക്കാലത്തേക്ക് മറച്ചു പിടിക്കുന്നതിനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സുമിതയുടെ കണ്ണു വെട്ടിച്ച് പോകാൻ സാധിക്കുകയില്ല. വേണമെങ്കിൽ നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ നിങ്ങളുടെ മകളോട്. അവൾക്ക് ഉത്തരം പറയാമല്ലോ. അവൾ പറയട്ടെ എന്തായിരിക്കും കാര്യങ്ങൾ എന്നും എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നും. ഇതോടെ മീനുവിനെ ചെന്ന് കാണുകയാണ് പാർവതി. മീനു, നിന്റെ വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താലോ? എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താം. ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. അമ്മേ, ഞാൻ അമ്മയോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട, ഞാൻ അതിനുള്ള ഒരു സ്ഥിതിയിൽ അല്ല നിൽക്കുന്നത് എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് അമ്മ ആ കാര്യം മനസ്സിലാക്കാത്തത്? ഞാൻ ഇപ്പോൾ എൻ്റെ ബിസിനസ്സിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് മതി മറ്റെന്തായാലും. അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ എന്നതാണ് സത്യം. എനിക്ക് മറ്റൊരു ജോലി ചെയ്യാനും താല്പര്യം ഇല്ല എന്ന് ഞാൻ പറയുകയാണ്. വിവാഹം ഇപ്പോൾ വേണ്ട അമ്മേ, എന്നെ നിർബന്ധിക്കരുത്. അത് പിന്നെ മോളെ, നീ പറയുന്നത് കേൾക്ക്. വേണ്ട, നമ്മൾ ഇതേപ്പറ്റി ഇനി സംസാരിക്കുന്നത് നല്ലതിനായിരിക്കില്ല. ഞാൻ എന്തായാലും പോവുകയാണ്. ഇതും പറഞ്ഞ് മീനു അവിടെ നിന്ന് പോകുന്നു. ഇതോടെ ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് സുമിത. ഉടൻ തന്നെ ചെന്ന് കാണുകയാണ് ചിന്താമണിയെ. എടി, നീ മനസ്സിൽ വിവാഹം നടക്കുമെന്ന് വിചാരിച്ച് നടക്കണ്ട. കാരണം ആ സൂരജിന്റെ മനസ്സിൽ നിനക്ക് സ്ഥാനമില്ല. അവന്റെ മനസ്സിൽ മറ്റൊരാൾക്കാണ് സ്ഥാനം. അത് നീയല്ല. ആരാണെന്നറിയാമോ? അമ്മ പറഞ്ഞു വരുന്നത് മീനുവിനെ കുറിച്ചല്ലേ? അത് തന്നെ. നീയും മനസ്സിലാക്കി കഴിഞ്ഞു എന്നറിഞ്ഞതിൽ സന്തോഷം. അതുകൊണ്ട് തന്നെ നീ ആ മനസ്സിലെ ആഗ്രഹം മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ വിഷമിക്കണ്ടല്ലോ. ഇല്ല അമ്മേ, സൂരജേട്ടനെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ജീവിതം എനിക്ക് വേണം. ആ നിലപാടിൽ നിന്ന് പിറകോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്തായാലും സൂരജേട്ടനെ തന്നെയേ വിവാഹം കഴിക്കുകയുള്ളൂ. ഇടയിലേക്ക് കയറി വന്നത് അവളാണ്, ആ മീനു. അവളെ ഒഴിവാക്കണം. അതിനെനിക്ക് അമ്മയുടെ സഹായം ആവശ്യമാണ്. എന്താ, എൻ്റെ കൂടെ അമ്മ ഉണ്ടാകില്ലേ? ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ഉണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ആ മീനുവിനെ നേരിടുക തന്നെ ചെയ്യും. ഇതേ സമയം സൂരജിനെ മീനു കാണാൻ ഇടയായിരിക്കുകയാണ്. സൂരജാകട്ടെ മീനുവിനോട് കാര്യങ്ങൾ ചോദിക്കാൻ വന്നതിനെ തുടർന്ന് എനിക്കിപ്പോൾ സംസാരിക്കാനുള്ള മൂഡിലല്ല എന്ന് പറയുന്ന മീനു വെറുതെ എന്തിനാണ്
നമ്മൾ തമ്മിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൃത്യമായ കാര്യങ്ങൾ ചെയ്ത് മുന്നിലേക്ക് പോകുന്നതല്ലേ നല്ലത്. എനിക്ക് സാറിനോട് യാതൊരു പ്രശ്നവുമില്ല. സാറിന്റെ കാര്യങ്ങൾ നോക്കി മുന്നിലേക്ക് പോയിക്കോ. കഴിഞ്ഞില്ലേ കാര്യം എന്ന് പറഞ്ഞു പോയതിനെ തുടർന്ന് സൂരജ് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.